ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബീഫ് വെച്ചിട്ടുള്ള എല്ലാ കറികളും നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഇത് കറിയല്ല, നല്ല ഒരു ഡാർക്ക് കളറിൽ നല്ല ടേസ്റ്റായിട്ട് ഇതേ കണ്ടല്ലോ, നല്ലൊരു ബീഫ് പെപ്പർ റോസ്റ്റ്. ശരിക്കും ഇതല്ല കേട്ടോ ഇതിൻ്റെ നിറം, ഒരു ഡാർക്ക് ഗ്രീനും കൂടെ കലർന്ന ഒരു നിറമാണ്. അപ്പം ഞാൻ ഇതുവരെ തയ്യാറാക്കിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബീഫിൻ്റെ റെസിപ്പി. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യാതിരിക്കില്ലേ? അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മീറ്റ് മസാല, ചെറിയ തരിയായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് വേണ്ടത്. ഇനിയും ചേർക്കാനുള്ളത് 1.5 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് നല്ല വെളിച്ചെണ്ണയുമാണ് വേണ്ടത്. 1/2 കപ്പ് എന്ന് പറയുമ്പം ഏതാണ്ട് 8 ടേബിൾ സ്പൂൺ വരും കേട്ടോ. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 2 കപ്പ് കൊച്ചുള്ളി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൊച്ചുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ഒരു സവാളയുള്ളി അരിഞ്ഞു ചേർത്താലും മതിയേ. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും നല്ല വലിപ്പത്തിലുള്ള ഒരു ടൊമാറ്റോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിലെടുത്തിട്ട് നന്നായിട്ട് ചതച്ചതും കൂടെ ചേർത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് തിരുമ്മി പിടിപ്പിക്കണേ. കുറച്ച് നേരം നന്നായിട്ട് തിരുമ്മണം, എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ആ ഒരു സ്വാദ് വരുവുള്ളേ. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പ് വെളിച്ചെണ്ണ വേണമെന്ന്. ഈ ഒരു പ്രിപ്പറേഷന് നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന രുചിയും കളറും എല്ലാം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു 1/2 കപ്പ് തന്നെ വേണം കേട്ടോ. അല്ല നിങ്ങൾക്ക് അത്രയും സ്വാദിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെളിച്ചെണ്ണ വെച്ചിട്ടും ഉണ്ടാക്കാമേ. അതായത് 4 ടേബിൾ സ്പൂൺ. 1/2 കപ്പ് എന്ന് പറയുമ്പം 8 ടേബിൾ സ്പൂൺ വരും. ശരിക്കും ഞാൻ ഈ പറയുന്ന അളവിൽ നിങ്ങളെല്ലാം എടുത്തിട്ട് ഇതേപോലെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ശരിക്കും പലഹാരങ്ങളുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബീഫ് പെപ്പർ റോസ്റ്റ്. നമ്മൾ ചേർക്കാനുള്ളതെല്ലാം ചേർത്ത് നന്നായിട്ട് ഈ ബീഫിലൊക്കെ തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ തിരുമ്മി പിടിപ്പിച്ചതുപോലെ തിരുമ്മിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പ്രഷർ കുക്കറിൽ ഒരു 4 വിസിൽ വരെ ഒന്ന് അടുപ്പിച്ചെടുക്കണേ. അപ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ ബീഫ് കുക്കായി കാണത്തില്ല. ഇത്രയും വെള്ളവുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനിയൊന്ന് വറ്റിച്ചെടുക്കണം. പക്ഷേ ചെറിയ ഫ്ലെയിമിലിട്ട് പെതുക്കെ വറ്റിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും വരുന്നത്. പക്ഷേ അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. എനിക്ക് പാത്രം മാറ്റാനും മടിയായതുകൊണ്ടാണ് ഞാൻ ഈ പ്രഷർ കുക്കറിൽ തന്നെ വെച്ചങ്ങ് വറ്റിച്ചെടുക്കാം എന്ന് ഓർത്തത്. ശരിക്കും ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും അങ്ങ് പേടിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം കുറച്ച് നേരം കൂടെ നന്നായിട്ട് കുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് ഈ സമയത്തായിട്ട് കൊടുത്തത്. അല്ല, നിങ്ങൾക്ക് 4 വിസിൽ കഴിഞ്ഞിട്ട് സ്ലോ കുക്ക് ചെയ്യാൻ പരിപാടി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് ഇടുമ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂണും കൂടെ കുരുമുളക് പൊടിയും ചേർത്തു. ഉപ്പ് വേണമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കാണ് അതിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള ആ ഒരു നിറവും നല്ല ടേസ്റ്റ് വരും. പക്ഷേ ബീഫൊക്കെ നല്ല മയമായിട്ട് കുക്കാവുകയും ചെയ്യും ഒരേപോലെ. ഇപ്പം ഈ ഒരു പരുവമായിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒന്നുകൂടെ വെക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മുറുക്കെ ഞാൻ ആ അടപ്പങ്ങ് അടച്ചിട്ടില്ല പ്രഷർ കുക്കറിൻ്റേത്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇപ്പം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അവസാനമായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 1/2 തക്കാളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയുടെ പകുതി തക്കാളിയും 1 ടീസ്പൂൺ ലെവലായിട്ട് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ നല്ല ഒന്നാം തരം ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി. ബീഫ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തില്ലെങ്കിൽ ശരിക്കും ഒരു വൻ നഷ്ടമാണ്. അപ്പം നിങ്ങൾ ഇത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടൊന്നൊന്ന് അറിയിക്കുകയും കൂടെ വേണേ. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്